ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കാട്ടിത്തരാനായിട്ട് പോകുന്നത്. എൻ്റെ സ്കിന്നിന് ഒത്തിരി മാറ്റം സംഭവിച്ച എൻ്റെ സ്കിൻ ഈ രീതിയിലോട്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യണം. നമുക്ക് സ്കിന്ന് നന്നായിട്ടിരിക്കണം. നമ്മുടെ സ്കിന്നിലെ ചുളികളൊക്കെ മാറി, സ്കിന്നിലെ ടാനൊക്കെ മാറി, സ്കിൻ എപ്പോഴും നല്ല യങ്ങായിട്ട് നല്ല പ്ലമ്മായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ സ്കിൻ കെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിലോട്ട് ആക്കിക്കൊണ്ട് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ കൃത്യമായിട്ട് ചെയ്യണം. നൈറ്റും ചെയ്യണം, മോർണിംഗും ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ നമ്മൾ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് വരുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ചെറിയൊരു രീതിക്കുള്ളൂ, നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം എൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഇതുപോലൊരു ടോണർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ടോണർ ഈസെൻട്രിയുടെ ഹൈലറോണിക് ആസിഡ് ടോണർ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാനൊരു വേറൊരു യൂട്യൂബിൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സാധനമാണ്. ഇതിനേക്കെന്നാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളി സാധനമൊന്നും അല്ല. എന്നാൽ തീരെ കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ്. ഇതൊരു അത്യാവശ്യം റേറ്റൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു നമ്മളിത് ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-5 മാസം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ടോണർ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് അബ്സോർവ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടോണർ ഏതാണ്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു നനവിൽ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു സിറം യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സിറം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ല നമ്മൾ സിറം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ സിറം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സിറം ഈ ഒരു പിന്നെന്താണ് ഈ ഒരു ചിക് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ സിറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു സിറം. അപ്പം ഈ ഒരു സിറം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതിലാണെങ്കിൽ ഒരു 4-5 ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഒരു സിറമാണിത്. നയാസിനമൈഡ്, ആർബുറ്റിൻ, ഗ്ലൂട്ടാത്തയോൺ, വൈറ്റമിൻ സി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറമാണ് ഇത്. അപ്പോൾ ഞാനിതൊരു 3-4 മാസമായിട്ട് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഞാനിത് നൈക്കയിൽ ഓഫർ വന്നപ്പോഴത്തേക്കും വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓഫറിന് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറം നമ്മൾ സ്കിന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക സ്കിന്ന്. അപ്പോൾ സ്കിന്നിൽ ഫുള്ളായിട്ട് ഇതൊന്ന് അബ്സോർബ് ആവണം. അപ്പോൾ അതുവരെ നമ്മൾ സ്കിന്നൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നൈറ്റിലും മോർണിംഗിലും ഒക്കെ നമ്മൾ ഇതുപോലൊരു സിറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കും. അപ്പം മോർണിംഗിൽ ഇതുപോലെ സിറം അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നൈറ്റ് മാത്രം ഉപയോഗിച്ചാലും മതി. അപ്പം ഇതൊരു സിറം ഫേസ് ഫുള്ളായിട്ട് അബ്സോർബ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ആക്കുക. എനിക്ക് അലോവേര ജെല്ലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലോവേര ജെല്ലാണ് മോയ്സ്ചറൈസറിന് പകരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ചുളിവ് വരാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും പ്ലം ആയിട്ടിരിക്കാനും ഒക്കെ നമ്മൾ മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഗൈസ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ വേറെ എന്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് അത്രയ്ക്കും നമ്മൾ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് ആ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ സ്കിൻ ഡാമേജ് വരാതിരിക്കണമെങ്കിൽ, സ്കിന്നിൽ ചുളിവ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, സ്കിന്ന് ടാൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ആക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ടാനായി സ്കിന്നിൽ ഫുൾ മെലാസ്മയൊക്കെ പിടിച്ചിട്ട് ഫുൾ കറുത്ത പാടും കുത്തും കോമയൊക്കെ വന്നിട്ട് സ്കിൻ അത്രത്തോളം മോശമായി പോകും. പക്ഷേ നമുക്ക് ഇപ്പോഴത് മനസ്സിലാവാതെ നമ്മളിപ്പോൾ വിചാരിക്കുക ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് എൻ്റെ സ്കിന്നിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഈ ഒരു സൺസ്ക്രീനെ പറ്റി അറിവ് ലഭിച്ച ആ സമയം മുതൽ ഞാൻ യൂസ് ആക്കുന്നുണ്ട് സൺസ്ക്രീൻ.
അപ്പം നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ നമ്മൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കരുത്. നമ്മൾ വീട്ടിനകത്ത് ഇനി ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം ഞാൻ എന്താ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അതൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതാ കണ്ടില്ലേ, സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ആ പ്രോഡക്റ്റ് വെച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.